ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു കാടായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? പക്ഷെ കാടല്ല, ഇത് കുറ്റിമുല്ലയാണ്. എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് കുറ്റിമുല്ല. ഇന്നത്തെ വീഡിയോ ഫുള്ള് കുറ്റിമുല്ലയെ കുറിച്ചിട്ടാണ്. ഇതെങ്ങനെ നമ്മൾ തൈയാക്കി മാറ്റും, ഇതിൽ നിന്ന് പുതിയ ചെടികൾ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ നമുക്കിന്ന് പഠിക്കാം. പോകാം വീഡിയോയിലേക്ക്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചെടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. നല്ല മണമാണ്. ഇത് കണ്ടോ, ഇതേപോലെ ഇഷ്ടം പോലെ മുട്ടകളുണ്ടാവും. ഇതിന് നമ്മൾ വെള്ളം ഒഴിക്കണ്ട, വളവും കൊടുക്കണ്ട, തന്നെ നാച്ചുറലി ഇത് ഇഷ്ടം പോലെ പൂക്കളിടും. അപ്പോൾ കണ്ടോ, ഇതേപോലെ ഇഷ്ടം പോലെ പൂക്കും. ഇത് ഓൾ സീസൺ ആണ്, ഇതെല്ലാ മാസവും പൂക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു തൈ നട്ടാൽ മാത്രം മതി, പിന്നെ അത് തന്നെ വളർന്ന് വലുതായി ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും. പിന്നെ ഇതേപോലെയുള്ള അടിപൊളി മുട്ടകൾ കിട്ടും. വള്ളികളിൽ നിന്നാണ് ഇതിൻ്റെ വേരുകൾ ഉണ്ടാകുന്നത്. ആ വേരുകൾ ഉണ്ടായി ചെടിയായ ഉടനെ തന്നെ അത് പൂക്കാനും തുടങ്ങും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഈ അടുത്തായിട്ടാണ് ഈ ഒരു ഭാഗം മുളച്ചു വന്നത്. അപ്പോഴേക്കും അത് പൂ കിട്ടും. ഈ വള്ളി ഇങ്ങനെ ഇവിടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇതുവരെ വരുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ പടർന്ന് നിൽക്കുന്നതൊക്കെ കണ്ടോ, ഇതെല്ലാം കുറ്റിമുല്ല തന്നെയാണ്. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു വേരെടുത്തിട്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഒരു പൊട്ടിയ ബക്കറ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ, അതിലാണ് ഈ തൈ നടുന്നത്. ഇത് നമ്മൾ നട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ മാറ്റി നടുന്നതാണ്. ആദ്യം നമുക്ക് ഈ വേരുകൾ സുഖമായിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. നമ്മളിതാ കരിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച്, എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മണ്ണിടണം. കുറച്ച് മണ്ണിട്ടതിന് ശേഷം കുറച്ചും കൂടെ ഇടാം. മണ്ണിട്ടതിന് ശേഷം കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം നമുക്ക്. കുറച്ച് ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും മണ്ണിട്ട് നിറയ്ക്കാം. നമ്മൾ നന്നായിട്ട് ഇത് മണ്ണിട്ട് നിറച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് നിറച്ച് കൊടുക്കണം. ഇനി നമുക്കിതിൽ തൈ നടാം. നമ്മൾ ഈ ചട്ടിയിലോ ബക്കറ്റിലോ മുഴുവൻ മണ്ണ് നിറയ്ക്കാൻ പാടില്ല. കാരണം നമ്മൾ മുഴുവൻ മണ്ണ് നിറച്ചാൽ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം വെളിയിലേക്ക് പോകും. അപ്പോൾ ചെടിക്ക് വെള്ളം മൊത്തമായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ പകുതിയല്ല, ഒരു 1/4 ഭാഗം മാത്രമേ മണ്ണ് നിറയ്ക്കാൻ പാടുള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ വേര് എവിടേക്കൊക്കെ പോകുന്നോ, വള്ളി എവിടേക്കൊക്കെ പടർന്നു പോകുന്നോ അവിടെയൊക്കെ വേരുണ്ടായിട്ട് ഈ മുളച്ച് വരും. അപ്പോൾ നമുക്ക് തൈ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തൈ ആയിട്ട് കിട്ടും. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ പിഴുതെടുത്താൽ മതി. ഇതിപ്പോൾ പിഴുതെടുക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് വേര് കട്ടായി പോയാലും ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് വളരുന്ന ചെടിയായതുകൊണ്ട് വേര് കരിഞ്ഞു പോകുന്നൊരു പേടിയൊന്നും വേണ്ട. നമുക്കിതിങ്ങനെ ഒന്ന് പിഴുതെടുക്കാം. ഭയങ്കര കട്ടിയാണ് കേട്ടോ വേരിന്. നമ്മളതങ്ങനെ പിഴുതെടുത്തു. നന്നായി പിഴുതെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വേര്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരാണ്. പിഴുതെടുക്കാൻ വളരെ കഷ്ടമാണ്. നല്ല സ്ട്രോങ് ആണ് ഇതിൻ്റെ വേര്. നമുക്കിത് നട്ടാലോ ഇതിലേക്ക്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഹോൾ എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചതിന് ശേഷം മണ്ണിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വേര് കാണാത്ത രീതിയിൽ നന്നായി മണ്ണിട്ട് മൂടിക്കൊടുക്കാം. ഇതുപോലെ നന്നായി സെറ്റാക്കി അടിപൊളിയായിട്ട് മണ്ണിട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ നനയ്ക്കാം. ഇങ്ങനെ നനച്ച് കൊടുക്കാം കേട്ടോ. നന്നായി നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കാം. നന്നായി നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് പ്ലാന്റ് സെറ്റായി വന്നിട്ടുണ്ട്.
നമ്മുടെ പ്ലാന്റ് ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 15-18 ദിവസം കഴിയുമ്പോൾ ഇതിനെ നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാം. ഇവിടെ ഇഷ്ടം പോലെ വലിയ വലിയ ചെടികളുണ്ട്. അപ്പോൾ മുല്ല നടാൻ ആഗ്രഹമുള്ളവർക്കോ മുല്ലച്ചെടി വേണമെന്നുള്ളവർക്കോ എൻ്റെ ചാനലിൻ്റെ അടിയിൽ പേര് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൊമ്പ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കണം കേട്ടോ. ഇതിൻ്റെ കൊമ്പ് നട്ടാൽ തന്നെ പെട്ടെന്ന് ചെടിയായി വരുന്ന ഒരു ചെടി തന്നെയാണ് കുറ്റിമുല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.